സീറ്റ് വിഭജനത്തിൽ കുരുങ്ങി ഇന്ത്യ സഖ്യം. തൃണമൂൽ കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുന്നതിനിടെ കടുത്ത തീരുമാനവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് CPIM തീരുമാനം. നിതീഷ് കുമാറിന്റെ NDAയിലേക്കുള്ള മടക്കത്തിന് പിന്നാലെ കൂടുതൽ ഘടകകക്ഷികളെ ഒപ്പം ചേർക്കാൻ BJPയും നീക്കം തുടങ്ങിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. RK, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് RK. ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോരുത്തരും അവരവർ മത്സരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് തന്നെ പല മണ്ഡലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അവർ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? ആണ് അസ്മിതെ. കാരണം ഇത് ഈ സീറ്റ് വിഭജനം എന്നത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ഈ ചർച്ചകൾ വഴിമാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് ഇതിന് കാരണമായിട്ട് പല ഘടകകക്ഷികളും ചൂണ്ടിക്കാട്ടുന്നത്. പഴയ പ്രതാപം കോൺഗ്രസിനുണ്ട് എന്ന മിഥ്യാധാരണ ഇപ്പോൾ വേണ്ടെന്ന് അവർ പറയുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ യാഥാർത്ഥ്യവുമായിട്ട് ബോധ്യപ്പെടുന്ന തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം കൈക്കൊള്ളണം എന്നാണ് അവരുടെ ആവശ്യം. ഇതനുസരിച്ച് ആം ആദ്മി പാർട്ടി പറയുന്നത് പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ കോൺഗ്രസിനോളമോ അഥവാ കോൺഗ്രസിനേക്കാളോ തങ്ങൾക്ക് സ്വാധീനം ഉള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാൻ ആയിട്ടുള്ള അവസരം തങ്ങൾക്ക് ലഭിക്കേണ്ടത് ന്യായമായിട്ടും രാഷ്ട്രീയ അവകാശമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി അഥവാ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. മത്സരിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഇതിനകം തന്നെ തീരുമാനങ്ങളും അവർ കൈക്കൊണ്ടിട്ടുണ്ട്. ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സംസ്ഥാനങ്ങളാണ്. ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നല്ല ശക്തിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ തങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് സീറ്റുകളുടെ വിഭജനം ഈ സംസ്ഥാനങ്ങളിലും അതിന് യുക്തമാകുന്ന വിധത്തിൽ നടന്നേ മതിയാകൂ എന്നുള്ളതാണ് ആം ആദ്മി പറയുന്നത്. അതിന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഹരിയാനയിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. ആം ആദ്മി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃണമൂല്, അതിന് പിന്നാലെ ആം ആദ്മി, അതിൻ്റെ ഒപ്പം NCP, അങ്ങനെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പ് ഭീഷണി നേരിടുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കേവലം ഒരു കൂറുമുന്നണി, മുന്നണിക്കകത്തെ കൂറുമുന്നണി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് ഈ മുന്നണിയുടെ തന്നെ നിലനിൽപ്പ് ഭീഷണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകണം, വലിയേട്ടൻ മനോഭാവം പാടില്ല എന്ന നിർദ്ദേശമാണ് ഘടകകക്ഷികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കാട്ടിയ പിടിവാശിയാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന അഭിപ്രായവും ആം ആദ്മിക്കുണ്ട്. കാരണം ഈ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ സ്ഥാനം നിതീഷ് കുമാറിന്, കാരണം ഈ ആശയം മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാറാണ് എന്നത് ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഈ ചെയർമാൻ പദം പോലും അദ്ദേഹത്തിന് അന്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഇത് തിരിച്ചടിക്ക് കാരണമായി എന്ന അഭിപ്രായവും പല പാർട്ടികൾക്കും ഉണ്ട്. ഇടതുപക്ഷത്തിനും അതുണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനായിട്ട് പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ. ശരി, ആർക്കെ ഭയങ്കര തണുപ്പാണ് അല്ലേ? കൊടും ശൈത്യം എന്നൊക്കെ പറയുന്ന പോലെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഡൽഹിയെ സംബന്ധിച്ച് ഈ പുകമഞ്ഞും കഴിഞ്ഞ ദിവസങ്ങളിലേതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന ദിവസമാണല്ലോ. മാത്രമല്ല ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ സമാപനമാണ്. 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം ഉള്ള ബീറ്റിംഗ് ദി റെഡ് റേറ്റ് നടക്കുന്ന ദിവസം കൂടിയാണ്. അതിൻ്റെ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണം ഇതിനിടയിലൊരു കാര്യം, ഇന്നലത്തെ പരിപാടിയിൽ പ്രത്യേകിച്ച് പ്രവിതയുടെ ഡാൻസ് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ വളരെ നന്നായിട്ടുണ്ട്. പ്രവിതയുടെ പ്രകടനത്തിന് വലിയൊരു അഭിനന്ദനം. സന്തോഷം ആർക്കെ. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട്. സന്തോഷം, വലിയ അഭിമാനം തോന്നുന്നു എല്ലാവരും ഇങ്ങനെ പ്രവിതയുടെ നൃത്തം നന്നായി എന്ന് പറയുമ്പോൾ.